So welcome to English Challenge Day 4. നമ്മൾ ഇതിനു മുന്നേ Day 3, 2, 1 വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്തും അതിന്റെ കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തും ഒക്കെ നമ്മൾ വളരെ നന്നായിട്ട് തന്നെ അത് ഫിഗർ ഔട്ട് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് ഒന്നും കണ്ടില്ലെങ്കിൽ ആ 3 വീഡിയോസ് മറക്കാതെ കണ്ടോളൂ കേട്ടോ. സോ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ, a former Prime Minister P.V. Narasimha Rao was a person who could speak many languages. Give one word substitute for the underlined words. അപ്പോൾ ദാ person who could speak many languages എന്നുള്ളതിന് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ എന്താണ് ഇതിൻ്റെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ബേസിക്കലി ലെക്സിക്കോഗ്രഫർ എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്ഷൻ എ, ലെക്സിക്കോഗ്രഫർ എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഹു കമ്പൈൽസ് ഡിക്ഷണറി കമ്പൈൽ ചെയ്യുന്ന ആൾക്കാരെയാണ് ലെക്സിക്കോഗ്രഫർ എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തത് ലിംഗ്വിസ്റ്റ്, നമുക്ക് വിടാം. ലിംഗ്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ലാംഗ്വേജ് സ്റ്റഡി ചെയ്യുന്ന ആളെയാണ് നമ്മൾ ലിംഗ്വിസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ. ഗ്ലട്ടൺ, ഈ ഒരു വാക്ക് ഈ അടുത്ത് നമ്മുടെ സുരേഷ് ഗോപി കുറച്ച് ഫേമസ് ആക്കിയ വാക്കാട്ടോ. കാരണം സുരേഷ് ഗോപി പേളിമാനിയുടെ ഒരു ഇന്റർവ്യൂവിൽ ഈ വാക്ക് പറയുന്നുണ്ട്, അതായത് ആളൊരു ഗ്ലട്ടൺ ആണെന്നുള്ളത്. അപ്പോൾ ഗ്ലട്ടൺ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഭക്ഷണം കഴിക്കുന്ന ആളെയാണ് നമ്മൾ ഗ്ലട്ടൺ എന്ന് പറഞ്ഞത്. അപ്പം പോളിഗ്ലോട്ട്, ആക്ച്വലി ഇതിൻ്റെ കറക്റ്റ് ആൻസർ പോളിഗ്ലോട്ട് ആണ്. പോളിഗ്ലോട്ട് എന്ന് പറഞ്ഞാൽ വൺ ഹു സ്പീക്സ് ലോട്ട്സ് ഓഫ് ലാംഗ്വേജസ്, ഒരുപാട് ലാംഗ്വേജ് സംസാരിക്കുന്ന ഒരാളെയാണ് നമ്മൾ പോളിഗ്ലോട്ട് എന്ന് പറയുന്നത്. മൾട്ടിലിംഗ്വൽ, പോളിലിംഗ്വൽ എന്നും പറയാറുണ്ട്. അതായത് പോളിലിംഗ്വൽ, മൾട്ടിലിംഗ്വൽ എന്നും പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഒത്തൻറ്റിക് വേർഡ് എന്ന് പറയുന്നത് പോളിഗ്ലോട്ടാ. നമുക്ക് വേണമെങ്കിൽ ചെറിയൊരു ലോജിക് ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ ഒന്നും മീനിങ് അറിയില്ലെങ്കിൽ പോലും, ഇനിയിപ്പോൾ പോളിഗ്ലോട്ടിൻ്റെ മീനിങ് നമുക്ക് അറിഞ്ഞില്ലെങ്കിൽ പോലും നമുക്ക് വേണമെങ്കിൽ ഇൻഫർ ചെയ്യാം. അതായത് വൺ ഹു സ്പീക്ക് മെനി ലാംഗ്വേജസ്. ഈ പോളി എന്ന് പറഞ്ഞാൽ തന്നെ എന്താ നമുക്കറിയാം, പോളിനോമിയൽസ്, പോളിഗൺ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ പോളി എന്ന് പറഞ്ഞാൽ തന്നെ ഇംഗ്ലീഷിൽ മെനി എന്നർത്ഥം. അപ്പോൾ ചെറിയൊരു ലോജിക്ക് യൂസ് ചെയ്താൽ വേണമെങ്കിൽ നമുക്കിത് കണ്ടുപിടിക്കുകയും ചെയ്യാം. ഇനിയിപ്പോൾ മീനിങ് ഓൾറെഡി അറിയാമെങ്കിൽ ഇറ്റ്സ് വെരി ഈസി. അപ്പോൾ കണ്ടോ, അപ്പോൾ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്, വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ. അപ്പം നമുക്ക് ആക്ച്വലി നമ്മുടെ ആപ്പിൽ ഒരു കോഴ്സ് അവൈലബിൾ ആണ്, A to Z എന്നുള്ളൊരു കോഴ്സ്. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്തും ഇതിൻ്റെ ക്ലാസ്, അതേപോലെ തന്നെ 100ഓളം മോഡൽ എക്സാംസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് വളരെ കുറഞ്ഞ ചിലവിൽ, കുറഞ്ഞ ഫീസിൽ തന്നെ നിങ്ങൾക്ക് ഈ കോഴ്സ് അവൈലബിൾ ആണ്. ഈ കോഴ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു കോഴ്സിൽ ഈ സിനോണിംസ്, ആൻറ്റോണിംസ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്, പിന്നെ ഇഷ്ടം പോലെ വൊക്കാബുലറി ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി ആ കോഴ്സ് നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത കോൺസെപ്റ്റിലേക്ക് പോയാലോ. അടുത്ത കോൺസെപ്റ്റ് ഉണ്ടോ, ഐ ഡിസ്ലൈക്ക് ഡാഷ് TV എന്നുള്ളത്. അപ്പോൾ ഇവിടെ ബ്രാക്കറ്റിൽ വേർബ് കൊടുത്തിട്ടുണ്ട്, വാച്ച്. കറക്റ്റ് വേർബ് ഫോം നമ്മളൊന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഐ ഡിസ്ലൈക്ക്, ഇത് ആക്ച്വലി വളരെ സിമ്പിളാണ്. ഈ ഒരു റൂൾ നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. ഐ ഡിസ്ലൈക്ക് എന്ന് കഴിഞ്ഞാൽ പിന്നെ ഉടനെ എന്ത് ആഡ് ചെയ്ത് കൊടുക്കുക? ING ആഡ് ചെയ്ത് കൊടുക്കുക. ഐ ഡിസ്ലൈക്ക് കഴിഞ്ഞാൽ പിന്നെ ഉടനെ എന്ത് ആഡ് ചെയ്ത് കൊടുക്കുക? ING ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ING വരുന്ന ഫോം ഏതാ? യെസ്, ഓപ്ഷൻ ബി ആണ്. അതായത് ഇതിൻ്റെ ആൻസർ എന്താണ്? വാച്ചിങ് എന്നാണ് വരിക. ഈ ഡിസ്ലൈക്ക് പോലെ തന്നെയാണ് ഐ ലൈക്ക് എന്ന് കഴിഞ്ഞാലും ഡയറക്റ്റ് ആയിട്ട് എന്താണ്? ING ആണ്. ഐ ലൈക്ക് വാച്ചിങ് എന്നാണ് പറയുക. ഐ ലൈക്ക് വാച്ചിങ് മൂവീസ്. അതേപോലെ തന്നെയാണ് ഐ എൻജോയ് എന്ന് കഴിഞ്ഞാലും ഡയറക്റ്റ് ആയിട്ട് എന്താണ്? ING ആഡ് ചെയ്ത് കൊടുക്കുക. ഐ എൻജോയ് വാച്ചിങ് മൂവീസ് എന്നുള്ളത്. അത് മൂവീസ് വാച്ച് ചെയ്യുന്നത് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എൻജോയ് ചെയ്യാറുണ്ട് എന്നുള്ളത്. അവിടെ നമ്മൾ ടു അങ്ങനെ വേറെ ഓരോ അലങ്കാരപ്പണികളുടെയും ഓരോ ആവശ്യമില്ല. ഓക്കെ. സോ ഐ ലൈക്ക് വാച്ചിങ് മൂവീസ്, ഐ എൻജോയ് വാച്ചിങ് മൂവീസ്, ഐ ഡിസ്ലൈക്ക് വാച്ചിങ് മൂവീസ് എന്നുള്ളത്. പക്ഷേ ഞാൻ ചെറിയൊരു ചേഞ്ച് വരുത്തുകയാണേ. ഐ ലൈക്ക് ടു, ഈ ഒരു ടു ക്വസ്റ്റ്യനിലുണ്ടെങ്കിൽ പിന്നെ നമ്മളവിടെ ING ആഡ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. അതായത് 2 ING കൂടെ ഒരുമിച്ച് വേണ്ട, ഒന്നെങ്കിൽ ING അല്ലെങ്കിൽ ടു. അപ്പം ഐ ലൈക്ക് ടു വാച്ച് ഇങ്ങനെയാണ് വരിക. ഓക്കെ. ആ സമയത്ത് ഇവിടെ ടു ഇല്ലെങ്കിൽ നമുക്ക് എന്താ ആഡ് ചെയ്ത് കൊടുക്കാം? ING ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ലൈക്ക്, ഡിസ്ലൈക്ക്, എൻജോയ് എന്നൊക്കെ കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? വേർബിൻ്റെ ING ഫോം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ഓൺ ചെയ്താലോ. യെസ്, നമ്മുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫേർണിച്ചർ ഇൻ ദിസ് റൂം ഡാഷ് ഗുഡ് എന്നുള്ളത് അല്ലേ. അതായത് ഈ റൂമിലെ ഫേർണിച്ചർ നല്ലതാണ് എന്നാണ്. അപ്പോൾ ഈ ആണ് എന്ന അർത്ഥം വരുന്ന നമ്മുടെ ഓക്സിലറി ഏതാണ് എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം ആണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താ യൂസ് ചെയ്യുക? ഈസ്, ആം, ആർ എന്നൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫേർണിച്ചർ എന്ന് പറയുമ്പം
നമുക്ക് 6 എഴുതാൻ ഒരു ത്വര വരും. പക്ഷെ ആ ത്വരയാണ് PSC മുതലാക്കുന്നത്. ആ ത്വര പാടില്ല. അപ്പം ഫേർണിച്ചർ എന്ന് പറയുന്നത് കാര്യം കുറേ ഉണ്ടെങ്കിലും അത് ശരിക്കും കളക്റ്റീവ് നൗൺ എന്ന് പറയും. സിംഗുലർ ആയിട്ട് അതിനെ കണക്കാക്കുന്നത്, അതായത് ഒരു യൂണിറ്റ് ആയിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. അപ്പോൾ ഫേർണിച്ചർ എന്ന് പറയുന്നത് കാഴ്ചയിൽ പ്ലൂറലായി തോന്നാം, പക്ഷേ സിംഗുലർ ആണ്. എന്താണ്? സിംഗുലർ ആണ് ഫേർണിച്ചർ എന്ന് പറയുന്നത്. അപ്പം സിംഗുലർ എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? ഈസ് ആയിരിക്കും. സോ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ, ഈസ് ആണ്. സോ ഫേർണിച്ചർ ഇൻ ദിസ് റൂം ഈസ് ഗുഡ് എന്നാ പറയുക. അപ്പോൾ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് കളക്റ്റീവ് നൗൺസ് എന്നാണ്. എന്താണ്? കളക്റ്റീവ് നൗൺസ്. ഇതൊരു കളക്ഷനെ പറയുന്ന പേരാണ് കളക്റ്റീവ് നൗൺസ്. ഇത് സിംഗുലർ ആയിട്ടാണ് അപ്പിയർ ചെയ്യുക. അതിൻ്റെ കുറച്ച് എക്സാമ്പിൾ ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും ഫേർണിച്ചേഴ്സ് എന്ന് പറയാറില്ല. ചിലപ്പോൾ എറർ സ്പോട്ടിങ് നിങ്ങൾക്ക് ചോദിക്കാം. ചിലപ്പോൾ ഒരു സെൻറ്റൻസ് എന്നിട്ടായിരുന്നു ചിലപ്പോൾ ഫേർണിച്ചേഴ്സ് ഒരു എസ് ആഡ് ചെയ്ത് കൊടുക്കും. ഒരിക്കലും പാടില്ല. ഫേർണിച്ചർ എന്ന് പറയുന്നത് ഈ കസേരയുടെയും മേശയുടെയും ഒക്കെ ഒരു ഗ്രൂപ്പിനെയാണ് പറയുന്നത്. അതിൻ്റെ ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് എടുക്കുന്നത്. അതേപോലെ തന്നെയാണ് ഇൻഫർമേഷൻ. ഒരിക്കലും ഇൻഫർമേഷൻസ് എന്ന് പറയാറില്ല. ഒരിക്കലും ഇൻഫർമേഷൻസ് എന്ന് എഴുതരുത്. ഇൻഫർമേഷൻ അതൊരു സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ്. വാർത്ത, നമ്മൾ മലയാളത്തിൽ വാർത്തകൾ എന്ന് പറയാറുണ്ട്. പക്ഷെ ഇംഗ്ലീഷിലിപ്പം വാർത്തയും വാർത്തകൾ എന്നൊക്കെ ആണെങ്കിൽ ന്യൂസ് എന്നാണ്. ഒരിക്കലും ന്യൂസസ് എന്ന് പറയാറില്ല. അതേപോലെ തന്നെ ലഗേജ്, ലഗേജസ് എന്നൊന്നും ഒരിക്കലും പറയാറില്ല. എന്താണ്? ലഗേജ് എന്നാണ് പറയുക. അപ്പോൾ ഇതൊരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് എടുക്കുന്നത് കൊണ്ട് ഇവിടെ നമ്മൾ എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? ഈസ് ആണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, തെറ്റരുത്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ഗ്രൂപ്പ്സ് ഉണ്ട്. അതായത് ഇപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് തന്നില്ലേ, ഇൻഫർമേഷൻ, ന്യൂസ്, ലഗേജ് എന്നൊക്കെ. ഇതൊക്കെ നമ്മുടെ ആ A to Z എന്നുള്ള ഒരു കോഴ്സിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പം ആ കോഴ്സ് ആക്ച്വലി നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അടുത്തൊരു കോൺസെപ്റ്റിലേക്ക് മൂവ് ചെയ്താലോ? അടുത്തൊരു കോൺസെപ്റ്റ് ആണ്, വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായി ചോദിച്ചിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പാണ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് ടൈപ്പ് ഓഫ് സെന്റൻസ്. എന്നിട്ട് അവരൊരു സെന്റൻസും തന്നിട്ടുണ്ട്. വാട്ട് എ ബ്യൂട്ടിഫുൾ സീനറി. ഇത് ഏത് ടൈപ്പ് ഓഫ് സെന്റൻസ് ആണ്? നമുക്കറിയാം ഇംഗ്ലീഷിൽ 4 ടൈപ്സ് ഓഫ് സെന്റൻസസ് ഉണ്ട്. അത് ഇവരോട് ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അസേർട്ടീവ്, ഇൻട്രോഗേറ്റീവ്, ഇംപറേറ്റീവ്, എക്സ്ക്ലമേറ്ററി. ആക്ച്വലി ക്വസ്റ്റ്യൻ ഭയങ്കര സിമ്പിൾ ആട്ടോ. ഒരു ഇത്തിരി ലോജിക് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടും. ഇനിയിപ്പോൾ കാര്യം അറിഞ്ഞില്ലെങ്കിൽ പോലും നമുക്ക് കിട്ടും. അതായത് ഈ സെന്റൻസിൽ നിങ്ങൾ ഈ സെന്റൻസിന്റെ പങ്ക്ച്വേഷൻ ശ്രദ്ധിച്ചേ. 2 ഡബിൾ ഇൻവേർട്ടഡ് കോമയുണ്ട്. ഇവിടെ എന്തുണ്ട്? ഒരു എക്സ്ക്ലമേഷൻ, ഒരു എക്സ്ക്ലമേറ്ററി മാർക്ക് ഉണ്ട്. അപ്പോൾ ഒരു എക്സ്ക്ലമേറ്ററി മാർക്ക് ഉണ്ടാകുമ്പം ഈ സെന്റൻസ് എന്ത് സെന്റൻസ് ആയിരിക്കും? എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആയിരിക്കും. ഇത്രയേ ഉള്ളൂ. ഇതിപ്പോൾ കാര്യം അറിയാത്ത ഒരാൾക്കും ചെറിയൊരു ഒബ്സർവേഷനും ലോജിക്കും ഉണ്ടി പിടികിട്ടും. ഇനി നമുക്കിതിൻ്റെ ഒരു അനാലിസിസിലേക്ക് പോകാം. എന്തുകൊണ്ടാണ് ഇത് എക്സ്ക്ലമേറ്ററി സെന്റൻസ്? അപ്പോൾ ബാക്കിയുള്ള സെന്റൻസ് ഒക്കെ എന്താണ് നമ്മൾ അവോയ്ഡ് ചെയ്യാൻ കാരണം? ആദ്യം തന്നെ എന്താണ് ഒരു എക്സ്ക്ലമേറ്ററി സെന്റൻസ് നോക്കാം. അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. അപ്പോൾ നമ്മൾ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ പ്രകടിപ്പിക്കുന്ന സെന്റൻസിനാണ് നമ്മൾ എക്സ്ക്ലമേറ്ററി സെന്റൻസ് എന്ന് പറയുന്നത്. ഓ, വാട്ട് എ ബ്യൂട്ടിഫുൾ സൺറൈസ്, അല്ലെങ്കിൽ വാട്ട് എ ബ്യൂട്ടിഫുൾ പ്ലേസ്, വാട്ട് എ സ്പ്ലെൻഡിഡ് വർക്ക്, അങ്ങനെയൊക്കെ. അപ്പോൾ ഈ എക്സ്ക്ലമേറ്ററി സെന്റൻസിൽ എപ്പോഴും ഒരു അതിശയം പ്രകടിപ്പിക്കുന്നതാണ്. ഒരു എക്സ്ക്ലമേറ്ററി മാർക്കും ഉണ്ടായിരിക്കും. ഇനി ഇൻട്രോഗേറ്റീവ് അല്ലെങ്കിൽ ഇൻട്രോഗേഷൻ, പോലീസ് ഇൻട്രോഗേഷൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ക്വസ്റ്റ്യൻ ചെയ്യൽ. അപ്പോൾ ക്വസ്റ്റ്യൻ ഫോമാറ്റിലുള്ള സെന്റൻസ് ആണ് എന്ത്? ഇൻട്രോഗേറ്റീവ്. ആ ഒരു വാക്ക് സിനിമയൊക്കെ കാണുന്ന ആൾക്കാരാണെങ്കിൽ ഇത് വേഗം കത്തും. ഇനി ഇംപറേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കമാൻഡ് കൊടുക്കുക, റിക്വസ്റ്റ് ചെയ്യുക, ഓർഡർ ഇടുക, ഇങ്ങനെയുള്ള സെന്റൻസ് ഒക്കെയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ്, പ്ലീസ് സ്റ്റോപ്പ് മേക്കിംഗ് ദ നോയ്സ്, അല്ലെങ്കിൽ പ്ലീസ് ഓപ്പൺ ദ വിൻഡോ. അതൊരു റിക്വസ്റ്റ് ആണ്. ഗെറ്റ് ഔട്ട്, അതൊരു കമാൻഡാണ്. ഇങ്ങനെയുള്ള ടൈപ്സ് ഓഫ് സെന്റൻസ്, റിക്വസ്റ്റ്, അതേപോലെ തന്നെ കമാൻഡ്, ഓർഡർ, ഇങ്ങനെയുള്ള ടൈപ്സ് ഓഫ് സെന്റൻസിനെയാണ് നമ്മൾ ഇംപറേറ്റീവ് സെന്റൻസ് എന്ന് പറയാം. നോർമൽ സെന്റൻസ്, ഇപ്പം ഞാനൊരു സ്റ്റേറ്റ്മെന്റ് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ്, നരേന്ദ്രമോദി ഈസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ? അതൊരു അസേർഷൻ ആണ്. അങ്ങനെയുള്ള സെന്റൻസിനാണ് നമ്മൾ അസേർട്ടീവ് സെന്റൻസ് എന്ന് പറയാം. അപ്പോൾ കണ്ടോ, ഇവിടെ ചെറിയൊരു ലോജിക് ഉണ്ടെങ്കിൽ നമുക്ക് പണി. ആക്ച്വലി ഈ ഒരു ക്വസ്റ്റ്യൻ ഭയങ്കര സിമ്പിൾ ആയി പോയി അല്ലേ? സോ വാട്ട് എ ബ്യൂട്ടിഫുൾ സീനറി, ഒരു എക്സ്ക്ലമേറ്ററി മാർക്ക് ഉള്ളത് കൊണ്ട് എന്താണ്? എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്. അപ്പം ഇങ്ങനെയുള്ള സെന്റൻസ്, അപ്പം ഇങ്ങനെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടും ചോദിക്കാം. അപ്പം നിങ്ങൾ പഠിച്ചു വയ്ക്കുക, 4 ടൈപ്സ് ഓഫ് സെന്റൻസ് ആണ് ഇംഗ്ലീഷിലുള്ളത്. 4ൻ്റെയും യൂസസ് വേറെയാണ്. ഓക്കെ, അടുത്തൊരു കോൺസെപ്റ്റിലേക്ക് മൂവ് ചെയ്യാം. നമ്മുടെ അടുത്ത കോൺസെപ്റ്റ് ആണ് ഗ്രേറ്റ് പീപ്പിൾ ഓൾവേസ് പ്രിഫർ പീസ് ഓഫ് മൈൻഡ് ഡാഷ് മണി. അതായത് പൈസയേക്കാളും കൂടുതൽ പീസ് ഓഫ് മൈൻഡ് ആണ് മഹത്തായ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത്. പ്രിഫർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു കാര്യം പരിഗണിക്കുക എന്നൊക്കെയുള്ള മീനിങ് ആണ്. അപ്പോൾ ഈ പ്രിഫർ
ഈ ഒരു വാക്ക് പ്രിഫർ. അപ്പോൾ ഇതിനകത്ത് ഏത് പ്രിപ്പോസിഷനാണ്, ഇത് ആക്ച്വലി ഒരു പ്രിപ്പോസിഷണൽ ക്വസ്റ്റ്യൻ ആണ്, ഏത് പ്രിപ്പോസിഷനാണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്? ഈ പ്രിഫർ കഴിഞ്ഞാൽ ഇപ്പം തന്നെ പഠിച്ചു വെച്ചോ, ഇനി ഇത് പിന്നീടേക്ക് വെക്കേണ്ട. പ്രിഫർ കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ എപ്പോഴും എന്തേ വരുള്ളൂ? ടു. പ്രിഫർ ടു എന്നേ വരുള്ളൂ. നമുക്ക് തോന്നും പ്രിഫർ ദാൻ അല്ലേന്ന്. തെറ്റാണ്. പ്രിഫർ ടുവേ വരുള്ളൂ. ഒരു എക്സാമ്പിൾ എനിക്ക് പറയണം. എനിക്ക് ചായയേക്കാളും കൂടുതൽ കോഫിയാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഞാൻ ചായയേക്കാളും കൂടുതൽ എന്താണ് പ്രിഫർ ചെയ്യുന്നത്? കോഫി. അപ്പം ഞാൻ പ്രിഫർ ചെയ്യുന്നത് എന്താ? ഐ പ്രിഫർ കോഫി. ചായയേക്കാളും കൂടുതൽ. ഈ കൂടുതൽ എന്ന് നമ്മൾ ഈ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടാണ് പ്രശ്നം. നമുക്ക് തോന്നുന്നു കൂടുതൽ നമ്മുടെ ദാൻ എന്നല്ലേ? അല്ല. അപ്പോൾ പ്രിഫർ കഴിഞ്ഞാൽ എന്താണ്? ഐ പ്രിഫർ കോഫി ടു ടീ. ഐ പ്രിഫർ കോഫി ടു ടീ എന്നാണ് പറയുക. അപ്പം എനിക്ക് പറയണം, ഞാൻ ക്രിക്കറ്റിനേക്കാളും കൂടുതൽ ഫുട്ബോളാണ് പ്രിഫർ ചെയ്യുന്നത്. നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ആദ്യം എഴുതുക. ഐ പ്രിഫർ ഫുട്ബോൾ ടു ക്രിക്കറ്റ്. അപ്പോൾ കണ്ടോ? അപ്പോൾ മഹത്തായ ആൾക്കാർ എപ്പോഴും പൈസയേക്കാളും കൂടുതൽ എന്തിനാണ് പ്രിഫർ ചെയ്യുന്നത്? മനസമാധാനം, പീസ് ഓഫ് മൈൻഡിനെയാണ്. അപ്പോൾ പ്രിഫർ കഴിഞ്ഞാൽ എപ്പോഴും എന്ത് യൂസ് ചെയ്യണം? ടു. നമുക്ക് നോക്കാം ഓപ്ഷനിൽ ടു ഉണ്ടോയെന്ന്. യെസ്, ദേ കിടക്കുന്നു ടു. സോ ഇവിടെ എന്താണ് ആൻസർ? സോ ദേ പ്രിഫർ പീസ് ഓഫ് മൈൻഡ് ടു മണി. നമുക്ക് തോന്നും ദാൻ ഒക്കെ അല്ലേ എന്നുള്ളത്. ചിലപ്പോൾ ഓപ്ഷനിൽ നമ്മളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി ദാൻ ഉണ്ടാവും, ഇവിടെ ഇല്ല. പക്ഷെ എന്നാലും പ്രിഫർ കഴിഞ്ഞാൽ എപ്പോഴും എന്താണ്? പ്രിഫർ കഴിഞ്ഞാൽ ടുവേ വരും, അതിൽ തർക്കമില്ല. അത് ഇപ്പോഴേ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. പ്രിപ്പോസിഷൻസ് ആക്ച്വലി പഠിച്ചു വെച്ചാൽ നമുക്ക് മാർക്ക് 100% ഉറപ്പാണ്. കാരണം മറ്റേ KKPP എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ്. നമുക്കറിയാമെങ്കിൽ നമുക്ക് ഫുൾ മാർക്ക്, അവിടെ ഒരു ഡൗട്ടും വേണ്ട. അപ്പോൾ പ്രിപ്പോസിഷൻ ശരിക്കും മാർക്ക് കിട്ടാൻ ഏറ്റവും എളുപ്പം പ്രിപ്പോസിഷൻസ് തന്നെയാണ്. അറിയാമെങ്കിൽ നമുക്ക് ഫുൾ തന്നെ നമുക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമ്മുടെ ആ കോഴ്സിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. യെസ്, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. ഇനി അടുത്തത്, ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് ആൻസർ ഫോർ ദ കണ്ടീഷണൽ സെൻറ്റൻസ്. അപ്പോൾ അതാ ഇവർ തന്നെ ഇവിടെ നമ്മുടെ പണി ഇവരെ എളുപ്പമാക്കി തന്നിട്ടുണ്ട്. ഇതെല്ലാം PYQ ആണ്. കണ്ടീഷണൽ സെൻറ്റൻസിൻ്റെ കറക്റ്റ് ആൻസർ എടുക്കാൻ വേണ്ടി നമുക്കറിയാം. കണ്ടീഷണൽ സെൻറ്റൻസിൻ്റെ മറ്റൊരു പേരാണ് എന്ത്? ഇഫ് ക്ലോസ് എന്നുള്ളത്. ഇഫ് ക്ലോസ് നമുക്കറിയാം. ഇഫ് ക്ലോസിന് 3 കണ്ടീഷൻ ഉണ്ട് എന്നൊക്കെ ഇതിന് മുന്നേ ഉള്ള 3 to 1 വീഡിയോസിലെല്ലാം നമ്മളിത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കണേ. അടുത്ത, അപ്പോൾ ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ യു ഡാഷ്. ഇപ്പോൾ നമുക്കറിയാം വേർബ് ഇവിടെ ഗെറ്റ് ആണ്. യു ഡാഷ് ഗെറ്റ് ദ ഫസ്റ്റ് റാങ്ക് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് ഈ ഇഫ് ക്ലോസിൻ്റെ എത്രാമത്തെ കണ്ടീഷനാണ് നിങ്ങൾക്ക് മനസ്സിലായോ? ഫസ്റ്റ് കണ്ടീഷനാണോ, സെക്കൻഡ് ആണോ, തേർഡ് ആണോ? വെരി ഗുഡ്. യെസ്, തേർഡ് കണ്ടീഷനാണ്. കാരണം എന്താ? ഇഫ് യു ഹാഡ് എന്നുണ്ട്. ഹാഡ് എന്ന് വരുന്നത് ഏത് കണ്ടീഷനാണ്? തേർഡ് കണ്ടീഷനാണ് അല്ലേ? അപ്പോൾ ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ, നീ നന്നായി പഠിച്ചിരുന്നെങ്കിൽ. നമ്മളൊക്കെ സ്ഥിരം ഇങ്ങനെ റിഗ്രറ്റ് ഇങ്ങനെ പറയില്ലേ, ഇങ്ങനെ ഓഹ് നന്നായിട്ട് പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയേനെ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ നേരത്തെ കിടന്നിരുന്നെങ്കിൽ രാവിലെ നേരത്തെ എണീറ്റേനെ. നമ്മുടെ പേരൻസ് ഒക്കെ പറയുന്ന കാര്യമാണ്. നന്നായി പഠിച്ചിരുന്നെങ്കിൽ നിനക്കൊക്കെ ഫസ്റ്റ് റാങ്ക് കിട്ടിയേനെ. അല്ലെങ്കിൽ നമ്മളെ തന്നെ നമ്മുടെ മനസ്സാക്ഷി ചിലപ്പോൾ കുറ്റപ്പെടുത്തും. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിലാണ് നമ്മളിത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. അതായത് ഇഫ് ക്ലോസിൻ്റെ തേർഡ് കണ്ടീഷൻ. അപ്പോൾ തേർഡ് കണ്ടീഷനിൽ എങ്ങനെയായിരിക്കും? അപ്പോൾ നമുക്ക് ഫസ്റ്റ് കണ്ടീഷൻ ഒന്ന് നോക്കാം. എങ്ങനെയായിരിക്കും? നീ നന്നായി പഠിച്ചാൽ നീ പാസ്സാകും. ഇഫ് യു സ്റ്റഡി യു വിൽ പാസ്. യു വിൽ പാസ്. യെസ്, അപ്പോൾ ആദ്യം നമ്മൾ എന്ത് യൂസ് ചെയ്തു? V1 യൂസ് ചെയ്തു. ഇവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്തു? വില്ല് യൂസ് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫസ്റ്റ്. സെക്കൻഡ് വൺ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഫ്യൂച്ചറിലേക്ക് കാര്യം ഇമാജിൻ ചെയ്യാം. നടന്നിട്ടില്ല, പക്ഷെ ഫ്യൂച്ചറിൽ ചിലപ്പോൾ സംഭവിക്കും. അപ്പോൾ ഇഫ് യു സ്റ്റഡീഡ് വെൽ, ഇഫ് യു സ്റ്റഡീഡ് വെൽ, ഇതിലിപ്പോൾ റിയൽ ആയിട്ടുള്ള കാര്യം ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് റിയൽ അല്ല. ഇഫ് യു സ്റ്റഡീഡ് വെൽ യു, ഇപ്പോൾ ഇവിടെ എന്തായി? ഇവിടെ V2 ആയി. ഇവിടെ V1 ആയിരുന്നു, ഇവിടെ V2 ആയി. അപ്പോൾ ഇവിടെ വില്ലിന് പകരം ഇവിടെ എന്താകും? വുഡ് ആകും. യു വുഡ് പാസ് എന്നാകും. ഇനി മൂന്നാമത്തത്, നമ്മുടെ മനസാക്ഷി നമ്മളെ കുറ്റപ്പെടുത്തുന്നത്, ഓഹ് നീ പഠിച്ചിരുന്നെങ്കിൽ നീ പാസ്സായേനെ എന്ന്. ഇഫ് യു ഹാഡ്, ഇവിടെയാണ് നമ്മുടെ ഹാഡിൻ്റെ രംഗപ്രവേശനം. ഹാഡ് കഴിഞ്ഞാൽ പിന്നെ എന്ത് യൂസ് ചെയ്യണം? V3. അപ്പോൾ ഇവിടെ V2 ആയിരുന്നു, ഇവിടെ എന്താണ്? V3. ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ യു
ഇവിടെ വുഡ് ആയിരുന്നു, ഇവിടെ നമ്മൾ പുതിയൊരാളെയും കൂടെ ആഡ് ചെയ്യുന്നു. യു വുഡ് ഹാവ് പാസ്ഡ്. നമുക്കറിയാം ഹാവും ഹാഡും ഒക്കെ കഴിഞ്ഞാൽ പിന്നെ ഉടനെ എന്ത് യൂസ് ചെയ്യണം? V3 യൂസ് ചെയ്യണം. ഇതാണ് ആ 3 സ്റ്റേറ്റ്മെന്റ്സ്. അപ്പോൾ നമുക്ക് നോക്കാം. തേർഡ് ആണ്. അപ്പോൾ ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ, ഇവിടെ എന്ത് വരും? ഞാൻ എഴുതിയതുപോലെ യു വുഡ് ഹാവ് എന്ന് വരും. നമുക്ക് നോക്കാം ഇവിടെ വുഡ് ഹാവ് വരുന്നത് ഇതാ, യു വുഡ് ഹാവ് ഗോട്ട്. ഗെറ്റിൻ്റെ V2ഉം V3യും ഗോട്ട് തന്നെയാണ് കേട്ടോ. ഇത് ആക്ച്വലി V3 ആണ്. അപ്പോൾ യെസ്, നമ്മുടെ ഇഫ് ക്ലോസിൻ്റെ തേർഡ് കണ്ടീഷന് സ്യൂട്ടബിൾ ആവുന്ന എന്താണ്? ഇഫ് യു ഹാഡ് കഴിഞ്ഞാൽ പിന്നെ എന്താണ്? വുഡ് ഹാവ് പ്ലസ് V3. നമ്മൾ ഇനി ഇത് പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് പാസ്റ്റിൽ കഴിഞ്ഞു പോയി. ഇപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കുകയാണ്. ഇതാണ് ഈ സംഭവം. ഇത് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. കണ്ടീഷണൽ ക്ലോസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മറ്റൊരു വാക്കാണ് ഇഫ് ക്ലോസ് എന്നുള്ളത്. ഡൗട്ട് അടിക്കണ്ട, ഇത് കണ്ടീഷൻ പറയാണ്. ഇഫ് അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ആകും, അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ആയേനെ എന്നൊക്കെ. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്ക് അടുത്തൊരു കോൺസെപ്റ്റിലേക്ക് മൂവ് ചെയ്യാം. യെസ്, ഒന്നുമില്ല, കറക്റ്റായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് നമ്മളോട് ഇവർ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്താണ്. I left by the time she revealed the surprise. I had left by the time she revealed the surprise. I had left by the time she had revealed the surprise. I have left by the time she revealed the surprise. ഈ ഓപ്ഷൻസ് എല്ലാം ഒരുമാതിരി മറ്റേ നമ്മൾ ഈ ഒരമ്മ പെറ്റാളിയന്മാരെ പോലെ എന്ന് പറയും അല്ലേ, എല്ലാം ഏകദേശം ഒരേപോലെ തന്നെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇവിടെ എന്താ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അതായത് ഇവിടെയാണ് നമ്മൾ നമ്മുടെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയും. ഞാൻ നിങ്ങളെ ടെൻസ് എന്ന് പറഞ്ഞ് പേടിപ്പിക്കാനല്ല, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. അതായത് ഹാഡ് നമ്മൾ ഇംഗ്ലീഷിൽ എവിടെ യൂസ് ചെയ്യുന്നത്? ഹാഡ് പ്ലസ് V3 നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. ഹാഡ് പ്ലസ് V3 നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ വളരെ സിമ്പിളാവും. നമ്മുടെ ഡെയിലി ലൈഫിൽ നിന്ന് തന്നെ എടുത്താൽ മതി എക്സാമ്പിൾസ്. 2 കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ച് പറയുന്നു, പക്ഷേ ഏതോ ഒന്ന് ആദ്യം കഴിഞ്ഞുപോയി. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, നിങ്ങൾ ഇപ്പോൾ എന്താ പറയുക, ഇന്നലെ നിങ്ങൾക്ക് തൽക്കാലത്തേക്ക് ഇപ്പോൾ എറണാകുളത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ഓടിയെത്തി എന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് എറണാകുളത്തേക്ക് പോകണം, അപ്പോൾ നിങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിങ്ങൾ ഓടിയെത്തി. പക്ഷെ നിങ്ങൾ അങ്ങോട്ട് എത്തുന്നതിന് മുന്നേ ട്രെയിൻ പോയി. അത് നിങ്ങൾ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ അറിയുകയാണ് ട്രെയിനൊക്കെ പോയി എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒരു സുഹൃത്തിനോട് നാളെ ചെന്ന് പറയാണ്, സുഹൃത്ത് ചോദിക്കാമല്ലോ, നീ എന്താ എറണാകുളത്ത് പോയില്ലേ? ഇല്ല, ഞാൻ സ്റ്റേഷനിൽ എത്തുന്നതിന് മുന്നേ ട്രെയിൻ പോയിരുന്നു. ഞാൻ സ്റ്റേഷനിൽ എത്തുന്നതിന് മുന്നേ ട്രെയിൻ പോയിരുന്നു. ഇവിടെ ആദ്യം നടന്ന ഏതാ? അഫ്കോഴ്സ് ട്രെയിൻ പോയതാ അല്ല, നിങ്ങൾക്ക് ട്രെയിൻ കിട്ടുമായിരുന്നല്ലോ. അപ്പോൾ യെസ്, അപ്പോൾ നിങ്ങളത് എങ്ങനെയാണ് പറയുക? ഞാൻ സ്റ്റേഷനിൽ എത്തുന്നതിന് മുന്നേ ട്രെയിൻ പോയിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം നടന്നതിൻ്റെ കൂടെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? ഹാഡ് പ്ലസ് V3. ആദ്യം നടന്നതിൻ്റെ കൂടെ ഹാഡ് പ്ലസ് V3. രണ്ടാമത് നടന്നതിൻ്റെ കൂടെ V2. അപ്പോൾ രണ്ടാമത് നടന്നതിൻ്റെ കൂടെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? V2 യൂസ് ചെയ്യുന്നു. അപ്പോൾ ആ സെൻറ്റൻസ് നമ്മൾ എങ്ങനെ എഴുതും? ഞാനിവിടെ തൽക്കാലം ഞാൻ എഴുതുകയാണ്. ദ ട്രെയിൻ. ആദ്യം നടന്നത് ആദ്യം പറയുക, ട്രെയിനല്ലേ ആദ്യം പോയത്, അപ്പോൾ അത് ആദ്യം പറയുക. ദ ട്രെയിൻ ആദ്യം നടന്നതിൻ്റെ കൂടെ എന്താണ്? ഹാഡ് ആണ് അല്ലേ. സോ ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ്. ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ്. ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ സ്റ്റേഷനിൽ എത്തുന്നതിന് മുന്നേ ബിഫോർ ഐ, രണ്ടാമതാണ് ഞാൻ എത്തിയത്. അപ്പോൾ രണ്ടാമത് നടന്നതിൻ്റെ കൂടെ V2. റീച്ചിൻ്റെ V2 എന്താ, അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ് എന്താ? റീച്ച്ഡ് ആണ്. ബിഫോർ ഐ റീച്ച്ഡ് ദി സ്റ്റേഷൻ. ഇതാണ് ഇതിൻ്റെ സംഗതി. ഓക്കെ, നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്നൊരു സംഭവമാണിത്. അതായത് ഞാൻ സ്റ്റേഷനിൽ എത്തുന്നതിന് മുന്നേ ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു. ആ പോയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് എന്ത്? ഹാഡ് ലെഫ്റ്റ്. അപ്പോൾ ഇവിടെ ആദ്യം നടന്നതിൻ്റെ കൂടെ ഹാഡ് പ്ലസ് V3. ലെഫ്റ്റിൻ്റെ V3 ലെഫ്റ്റ് തന്നെയാണ്. ഞാൻ സ്റ്റേഷനിൽ എത്തുന്നതിന് മുന്നേ ബിഫോർ ഐ റീച്ച്ഡ് ദ സ്റ്റേഷൻ എന്നാണ്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റാണ് ഇവരിവിടെ ഈ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞേ, ഐ ലെഫ്റ്റ് ബൈ ദ ടൈം ഷീ റിവീൽഡ് ദ സർപ്രൈസ്. അത് ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. അവൾ സർപ്രൈസ് റിവീൽ ചെയ്യുന്നതിന് മുന്നേ ഞാൻ സ്ഥലത്തുനിന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ആദ്യം നടന്ന ഏതാ? അവൾ സർപ്രൈസ് റിവീൽ ചെയ്താണോ? നോ, നമ്മൾ ആദ്യം പോയി. അവൾ സർപ്രൈസ് റിവീൽ ചെയ്യുന്നതിന് മുന്നേ, റിവീൽ ചെയ്യാന്ന് പറഞ്ഞാൽ സർപ്രൈസ് അവൾ കാര്യം പറയുന്നതിന് മുന്നേ ഞാൻ പോയിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പം ആദ്യം ഞാൻ പോയ കാര്യമല്ലേ, അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ഹാഡ് പ്ലസ് V3. അപ്പോൾ നമുക്ക് നോക്കാം.
ഐ ഹാഡ് ലെഫ്റ്റ്. അപ്പം ഇവിടെ എന്തില്ല? ഐ ഹാഡ് ലെഫ്റ്റ് ഇല്ല. അപ്പം നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഇവിടെ എന്തില്ല? ഇവിടെ ഐ ഹാഡ് ലെഫ്റ്റ്, ഇവിടെ ഐ ഹാവ് ലെഫ്റ്റ് എന്നോ തെറ്റാണ്. അപ്പോൾ ഇത് എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ യെസ്, ഇത് നോക്കിക്കേ, ഐ ഹാഡ് ലെഫ്റ്റ്, ഐ ഹാഡ് ലെഫ്റ്റ്. കൺഫ്യൂഷൻ ആയി അല്ലേ? കൺഫ്യൂഷൻ അല്ല, നമുക്ക് ബി ആണോ സി ആണോ എന്ന് ചെറിയൊരു ഡൗട്ട്. കൺഫ്യൂഷൻ അല്ലേ, ഡൗട്ട്. ഐ ഹാഡ് ലെഫ്റ്റ് ബൈ ദ ടൈം. ഞാൻ പറഞ്ഞു രണ്ടാമത് നടന്നതിൻ്റെ കൂടെ എന്ത് മാത്രം മതി? അലങ്കാരപ്പണികളൊന്നും വേണ്ട, V2 മാത്രം യൂസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഐ ഹാഡ് ലെഫ്റ്റ് ബൈ ദ ടൈം ഷീ റിവീൽഡ്. ഇതാ നമ്മുടെ സംഭവം, ബൈ ദ ടൈം ഷീ റിവീൽഡ്. ഉറപ്പിക്കാൻ വരട്ടെ, നമുക്ക് ഇതും കൂടെ നോക്കാം. ഐ ഹാഡ് ലെഫ്റ്റ്, ഇവിടെ വരെ രണ്ടും കറക്റ്റാണ്. ഐ ഹാഡ് ലെഫ്റ്റ് ബൈ ദ ടൈം ഷീ ഹാഡ് റിവീൽഡ്. ഇവിടെ ഈ ഹാഡ് ഇവർ ഉപയോഗിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഞാൻ പറഞ്ഞു രണ്ടാമത് നടന്നതിൻ്റെ കൂടെ എന്ത് മാത്രം മതി? V2 മാത്രം മതി. അപ്പോൾ യെസ്, അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഇതാണ് കറക്റ്റ്, അതായത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. അവൾ സർപ്രൈസ് റിവീൽ ചെയ്യുന്നതിന് മുന്നേ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യം പോയതുകൊണ്ട് ഹാഡ് പ്ലസ് V3, രണ്ടാമതാണ് അവൾ സർപ്രൈസ് റിവീൽ ചെയ്തത്, അത് രണ്ടാമത് നടന്ന കാര്യമാണ്. അതുകൊണ്ട് എന്തുമാത്രം? V2 മാത്രം. അപ്പോൾ കണ്ടോ, അപ്പോൾ ഇവിടെയാണ് നമ്മൾ നമ്മുടെ പാസ്റ്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യുന്നത്, രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് പറയുമ്പം. പക്ഷേ ഏതോ ഒന്ന് ആദ്യം നടന്നു, ആദ്യം നടന്നതിൻ്റെ കൂടെ ഹാഡ് പ്ലസ് V3, രണ്ടാമത് നടന്നതിൻ്റെ കൂടെ എന്തുമാത്രം? V2 മാത്രം നമ്മൾ യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നമ്മളുടെ ആപ്പിൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ ഇതിൻ്റെ എക്സ്പ്ലനേഷൻസും ഒക്കെ അവൈലബിൾ ആണ്, മോഡൽ എക്സാംസ് അവൈലബിൾ ആണ്. ആപ്പ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ മാക്സിമം തന്നെ ഇത് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, കാരണം ഇങ്ങനെയുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. ഇതും ആക്ച്വലി ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ കോൺസെപ്റ്റ് ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമുക്ക് നമ്മുടെ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ അല്ലേ, ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. അപ്പോൾ യെസ്, അവർ തന്നെ തന്നിട്ടുണ്ട്. റിപ്പോർട്ടഡ് സ്പീച്ച് എന്നാണ് ഉദ്ദേശിക്കുന്നത്, ഇൻഡയറക്റ്റ് സ്പീച്ച്. അവിടെ കേട്ടത് ഇവിടെ പറയുന്ന അതേ കാര്യം തന്നെ. യെസ്, ഐ വിസിറ്റഡ് മുംബൈ ലാസ്റ്റ് വീക്ക് സെഡ് റാണി. റാണി പറയാണ്, ഞാൻ കഴിഞ്ഞ ആഴ്ച മുംബൈ വിസിറ്റ് ചെയ്തു. അപ്പം ഞാനിത് വേറെ ആളോട് ചെന്ന് പറയാം, എന്നോട് റാണി പറഞ്ഞു അവൾ കഴിഞ്ഞ ആഴ്ച മുംബൈ വിസിറ്റ് ചെയ്തു എന്ന്. എന്നാണ് മലയാളത്തിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്കറിയാം റിപ്പോർട്ടഡ് സ്പീച്ചിൽ എപ്പോഴും നമ്മൾ ടെൻസ് ഒരു പടിയും കൂടെ അങ്ങോട്ടേക്ക് മുന്നോട്ട് ചാടും. പ്രസൻറ്റ് ടെൻസ് ആണെങ്കിൽ എന്താകും? പാസ്റ്റ് ആകും. പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ എന്താകും? പാസ്റ്റ് പെർഫെക്റ്റ് ആകും. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നത് എന്താ? മുന്നിലൊരു ഹാഡ് ചേർത്താൽ മതി, ഹാഡ് പ്ലസ് V3. നമ്മൾ നേരത്തെ കൂടെ നോക്കിയതല്ലേ ഉള്ളൂ. സോ ഐ വിസിറ്റഡ് മുംബൈ. അപ്പോൾ നമുക്കറിയാം ഈ ഒരു സംഭവം എന്ന് പറയുന്നത് എന്താ? പാസ്റ്റ് ടെൻസ് ആണ്. ഇത് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിലെ ടെൻസ് ഏതാ? പാസ്റ്റ് ആണ്. അപ്പോൾ പാസ്റ്റ് ടെൻസ് എന്താകും? പാസ്റ്റ് പെർഫെക്റ്റ് ആകും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. പാസ്റ്റ് എന്താകും? പാസ്റ്റ് പെർഫെക്റ്റ് ആകും. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഹാഡ് മുന്നിൽ ചേരും, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ. റാണി സെഡ് ദാറ്റ് ഷീ വിസിറ്റഡ് മുംബൈ. അത് പാസ്റ്റ് പെർഫെക്റ്റ് ആയോ? ഇല്ല. അപ്പോൾ നമുക്കറിയാം ഇതല്ല ആൻസർ എന്നുള്ളത് നമുക്കറിയാം. റാണി സെഡ് ദാറ്റ് ഷീ ഹാസ് വിസിറ്റഡ്. ഞാൻ പറഞ്ഞു ഹാഡാണ് വേണ്ടേ, മുദ്ര മാറരുത്. ഇത് ഹാസ് ആണ്. അപ്പോൾ ഇതും അല്ല നമുക്കറിയാം. ഇനി അടുത്തത്, റാണി സെഡ് ദാറ്റ് ഷീ ഹാഡ് വിസിറ്റഡ്. കറക്റ്റ് അല്ലേ? ഉറപ്പിക്കാൻ വരട്ടെ, മറ്റതും കൂടെ നമുക്ക് നോക്കാം. റാണി സെഡ് ദാറ്റ് ഷീ ഹാഡ് വിസിറ്റഡ്. രണ്ടിലും ഹാഡ് വിസിറ്റഡ് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പം ഇത് രണ്ടും കറക്റ്റാണ്. നമുക്ക് നോക്കാം ഇതിനകത്ത് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏതാണെന്നുള്ളത്. സോ റാണി സെഡ് ദാറ്റ് ഷീ ഹാഡ് വിസിറ്റഡ് മുംബൈ ലാസ്റ്റ് വീക്ക്. റാണി സെഡ് ദാറ്റ് ഷീ ഹാഡ് വിസിറ്റഡ് മുംബൈ ദ പ്രീവിയസ് വീക്ക്. വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, റിപ്പോർട്ടഡ് സ്പീച്ചിൽ ടുഡേ എന്നാണെങ്കിൽ അതെന്താകും? ദിസ് ഡേ എന്നാകും. ടുമോറോ എന്നാണെങ്കിൽ എന്താകും? ദ നെക്സ്റ്റ് ഡേ എന്നാകും. ഓക്കെ, അതേപോലെ തന്നെ യെസ്റ്റർഡേ ലാസ്റ്റ് വീക്ക് എന്നൊക്കെ ആണെങ്കിൽ എന്താകും? അതെന്താകും? പ്രീവിയസ് വീക്ക് എന്നാകും. അതാണ് ഒന്നും കൂടെ കറക്റ്റ് ആയിട്ടുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഫോം. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ കറക്റ്റ്. ഇതിനകത്തൊരു ചെറിയ മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ഇതിനകത്ത് ലാസ്റ്റ് വീക്ക് എന്നല്ല വരേണ്ടത്, പ്രീവിയസ് വീക്ക്. അത് ലാസ്റ്റ് വീക്ക് എന്നുള്ളത് റിപ്പോർട്ടഡിലേക്ക് അല്ലെങ്കിൽ ഇൻഡയറക്റ്റിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താകും? പ്രീവിയസ് വീക്ക് എന്നാകും. അപ്പം ഞാൻ പറയുകയാണ് ടുമോറോ എന്നുള്ളത് നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിൽ എന്താകും? ദ നെക്സ്റ്റ് ഡേ എന്നാകും. യെസ്റ്റർഡേ എന്നുള്ളത് എന്താകും? ദ പ്രീവിയസ് ഡേ എന്നാകും. ലാസ്റ്റ് വീക്ക് എന്നുള്ളത് എന്താകും? ദ പ്രീവിയസ് വീക്ക് എന്നാകും. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം ഇതാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അപ്പം നിങ്ങൾ ആക്ച്വലി ഇത് മാത്രം നോക്കരുത്, ബാക്കിയും കൂടെ നോക്കണം. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമുക്ക് നമ്മുടെ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. വളരെ ഡയറക്റ്റ് ആയിട്ട് തന്നെ ചോദിച്ചിരിക്കുകയാണ്, ഐഡന്റിഫൈ ദ കറക്റ്റ് പ്ലൂറൽ ഫോം ഓഫ് സ്റ്റിമുലസ്.
നമ്മൾ കെമിസ്ട്രിയിലും ബയോളജിയിലും ഒക്കെ പഠിച്ച സാധനമാണല്ലേ സ്റ്റിമുലസ് റെസ്പോൺസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ പ്ലൂരൽ എന്താണെന്ന് നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? സ്റ്റിമുലസിന്റെ പ്ലൂരൽ എന്താണ്? ഫിസിക്സിലും പഠിക്കാനുണ്ടെന്ന് തോന്നുന്നു സ്റ്റിമുലസ് എന്നൊക്കെ പറയുന്ന സംഭവം. ഈ സ്റ്റിമുലസ് എന്നുള്ളതിന്റെ പ്ലൂരൽ, സ്റ്റിമുലസിന്റെ പ്ലൂരൽ എന്താ? സ്റ്റിമുലൈ, സ്റ്റിമുല, സ്റ്റിമുലൈ, സ്റ്റിമുലസസ് എന്നുള്ളത്. ഇതിന് ചെറിയൊരു അപാകത തോന്നുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇതല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. ഓക്കെ, ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, സ്റ്റിമുലൈ എന്നുള്ളതാണ്. ഓക്കെ, അത് സ്റ്റിമുലൈ. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ട്രിക്കി വേർഡ്സ് ഉണ്ട്, ഇങ്ങനെയുള്ളത് നമ്മൾ പഠിച്ചു പോകുക തന്നെ വേണം. അപ്പോൾ സ്റ്റിമുലസ് എന്നുള്ളതിൻ്റെ പ്ലൂരൽ ഫോം എന്താണ്? അപ്പോൾ സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ സിംഗുലർ ആണ്, ഇതിൻ്റെ പ്ലൂരൽ എന്താണ്? സ്റ്റിമുലസസ് എന്നൊന്നുമല്ല, സ്റ്റിമുലൈ എന്നുള്ളതാണ്. ഇങ്ങനെ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കുറച്ച് വേർഡ്സ് ഉണ്ട്. അതൊക്കെ നമ്മുടെ ആ ഒരു കോഴ്സിൽ A to Z കോഴ്സിൽ ഇതെല്ലാം ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്, അവൈലബിൾ ആണ്. ഞാൻ കുറച്ചൊരു എക്സാമ്പിൾ തരാം. അപ്പം നമുക്കറിയാം ഡേറ്റ. ഡേറ്റ ഡേറ്റ എന്ന് പറയുന്നത് ഓൾറെഡി എന്താണ്? പ്ലൂരൽ ആണ്. ഈ ഡേറ്റ എന്നുള്ളതിൻ്റെ സിംഗുലർ എന്താണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഡേറ്റ എന്നുള്ളതിൻ്റെ സിംഗുലർ ഡേറ്റം എന്നാണ്. എന്താണ്? ഡേറ്റം. അതേപോലെ തന്നെയാണ് ക്രൈറ്റീരിയ. ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നിബന്ധന. ക്രൈറ്റീരിയ എന്നുള്ളത് ഓൾറെഡി പ്ലൂരൽ ആണ്. ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇതിൻ്റെ പ്ലൂരൽ ആണ്. ഇതിൻ്റെ സിംഗുലർ ക്രൈറ്റീരിയൻ എന്നാണ്. ക്രൈറ്റീരിയൻ. ഇങ്ങനെ ഇഷ്ടംപോലെ വേർഡ്സ് ഉണ്ട്. ഇങ്ങനെയുള്ള പ്ലൂരലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇറഗുലർ പ്ലൂരൽ എന്നാണ് നമ്മൾ പറയുന്നത്. എന്താണ്? ഇറഗുലർ പ്ലൂരൽ എന്നാണ് നമ്മൾ പറയുക. അതായത് നോർമലി പ്ലൂരലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ക്യാറ്റ്, എന്താണ് അതിൻ്റെ പ്ലൂരൽ? ക്യാറ്റ്സ് ആണ്. ഒരു എസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ടീച്ചർ, ടീച്ചേഴ്സ്. പക്ഷെ ഇവിടെ എങ്ങനെ പോരാ അല്ലേ? ഇപ്പോൾ ഡേറ്റം, അതിൻ്റെ പ്ലൂരൽ എന്ന് പറയുന്നത് എന്താണ്? ഡേറ്റ എന്നാണ്. ക്രൈറ്റീരിയൻ, അതിൻ്റെ പ്ലൂരൽ എന്താണ്? ക്രൈറ്റീരിയ ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സ്റ്റിമുലസ്, അതിൻ്റെ പ്ലൂരൽ എന്താണ്? സ്റ്റിമുലൈ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്ലൂരൽ, അതിനാണ് നമ്മൾ ഇറഗുലർ പ്ലൂരൽ എന്ന് പറയുന്നത്. നിങ്ങൾ എക്സാമിന് പോകുന്നതിന് മുന്നേ ഇങ്ങനെയുള്ള ഇറഗുലർ പ്ലൂരൽ നല്ല പഠിച്ചിട്ട് നല്ലോണം റെഫർ ചെയ്തിട്ടൊന്ന് പോകാൻ ശ്രദ്ധിക്കുക. അതെല്ലാം നമ്മുടെ ആ കോഴ്സിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത കോൺസെപ്റ്റിലേക്ക് പോകാം. ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടി പറഞ്ഞതാണ്. ഡേറ്റ എന്നുള്ള പ്ലൂരലിൻ്റെ സിംഗുലർ ഡേറ്റം ആണ്, ഒരിക്കലും ഡേറ്റാസ് എന്ന് വിചാരിക്കരുത്. ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എന്താ? നിബന്ധനകൾ. അപ്പം നിബന്ധന എന്നാണെങ്കിൽ എന്താണ്? ക്രൈറ്റീരിയൻ എന്നാണ്. ഓക്കെ, അടുത്തത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ക്വസ്റ്റൻ അല്ലേ? വിച്ച് ഓഫ് ദീസ് ഈസ് എ പോർട്ട്മാൻറ്റ്യൂ വേർഡ്? ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. നോക്കിക്കേ, പോർട്ട്മാൻറ്റ്യൂ എന്നുള്ളത്. പോർട്ട്മാൻറ്റ്യൂ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഇംഗ്ലീഷിൽ പല രീതിയിൽ വേർഡ്സ് വരാറുണ്ട്. ചില വാക്കുകൾ നമ്മൾ വേറൊരു ലാംഗ്വേജിൽ നിന്ന് കടമെടുത്ത വാക്കുകളായിരിക്കും. ചിലത് പോർട്ട്മാൻറ്റ്യൂ വേർഡ്സ് ആണ്. അതായത് പോർട്ട്മാൻറ്റ്യൂ വേർഡ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വേർഡും മറ്റൊരു വേർഡും കൂടെ കൂട്ടിക്കലർത്തി പുതിയൊരു വേർഡാകുന്നു. അപ്പം നമ്മളെല്ലാവരും തമാശയ്ക്ക് പറയുന്ന ഒരു വാക്കാണ് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടെ ഒരുമിച്ച് എന്താകും? ബ്രഞ്ച് ആകും. ബ്രേക്ക്ഫാസ്റ്റും ആയില്ല, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയം അങ്ങോട്ട് കഴിയുകയും ചെയ്തു, എന്നാൽ ലഞ്ചിൻ്റെ സമയം അങ്ങ് ആയതും ഇല്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് പ്ലസ് ലഞ്ച് എന്നുള്ളതിൻ്റെ കോമ്പിനേഷനാണ് എന്ത്? ബ്രഞ്ച്. അപ്പോൾ ഇങ്ങനെയുള്ള വേർഡ്സിനാണ് നമ്മൾ ഇംഗ്ലീഷിൽ എന്ത് പറയുന്നത്? പോർട്ട്മാൻറ്റ്യൂ വേർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മോട്ടൽ എന്നൊരു വാക്ക് ഇംഗ്ലീഷിലുണ്ട്. മോട്ടൽ എന്നുള്ളത്, മോട്ടൽ എന്ന് പറയുന്നത് ഏത് രണ്ട് വേർഡ്സിൻ്റെ കോമ്പിനേഷനാണ്? മോട്ടർ പ്ലസ് ഹോട്ടൽ എന്നുള്ള വേർഡ്സിൻ്റെ കോമ്പിനേഷനാണ് എന്ത്? മോട്ടൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏതാണെന്ന് നോക്കാം. ഇലക്ട്രോക്യൂട്ട്, ബ്രഷ്, ഗ്രാസ് ഹോപ്പർ, പോസ്റ്റ് ഓഫീസ് എന്നുള്ളത്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ഇലക്ട്രോക്യൂട്ട്. ഇലക്ട്രോക്യൂട്ട് എന്നുള്ളത് ഇലക്ട്രിസിറ്റി പ്ലസ് എക്സിക്യൂട്ട്, ഈ രണ്ട് വേർഡ്സിൻ്റെ കോമ്പിനേഷനാണ്. അതായത് ഇലക്ട്രിസിറ്റിയുടെ ഇലക്ട്രയും എക്സിക്യൂട്ടിൻ്റെ ക്യൂട്ടുമാണിത്, ഇലക്ട്രോക്യൂട്ട് എന്നുള്ളത്. ഇലക്ട്രോക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് വൈദ്യുതി മരണം എന്നാണ്. അതായത് ഷോക്ക് അടിച്ച് മരിക്കുന്നതിനാണ് ഇലക്ട്രോക്യൂട്ട് ആവുക എന്ന് പറയുന്നത്. അപ്പം ഇലക്ട്രിസിറ്റിയും ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വൈദ്യുതി, എക്സിക്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? കൊല്ലുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ കോമ്പിനേഷൻ ആണ് എന്ത്? ഇലക്ട്രോക്യൂട്ട്. അപ്പോൾ പോർട്ട്മാൻറ്റ്യൂ വേർഡ്സ് എന്നുള്ളത് എന്താണ്? രണ്ട് വേർഡ്സിൻ്റെ കോമ്പിനേഷനിൽ നിന്ന് പുതിയൊരു വേർഡ് ഉണ്ടാവുക. ഓക്കെ, അതായത് ഒന്നും രണ്ടും കൂടെ ചേർന്നാൽ മൂന്നാമതൊരു വേർഡ് ഉണ്ടാകുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് എക്സാമ്പിളാണ് ബ്രഞ്ച്, മോട്ടൽ എന്നുള്ളത്. അതേപോലെ തന്നെ നമുക്കറിയാം, നിങ്ങൾ സ്മോഗ് എന്നുള്ളൊരു വാക്ക് കേട്ടിട്ടുണ്ടോ? സ്മോക്ക്,
ഡൽഹിയിലൊക്കെ ഉള്ള ഒരു ക്ലൈമറ്റിക് കണ്ടീഷനാണ് സ്മോക്ക് പ്ലസ് ഫോഗ്. ഫോഗ് എന്ന് പറഞ്ഞാൽ എന്താ? മൂടൽമഞ്ഞ്. സ്മോക്കിലും ഫോഗിൽ നിന്നുമാണ് സ്മോഗ് എന്ന് പറയുന്ന ഒരു വേർഡ്. ഇതൊരു പോർട്ട്മാൻറ്റോ വേർഡാണ്. ഇങ്ങനെയുള്ള വേർഡ്സും നമ്മുടെ ആ കോഴ്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ പോകുന്നതിന് മുന്നേ പോർട്ട്മാൻറ്റോ വേർഡ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, നമ്മളിവിടെ ഒരു 10ഓളം PYQ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ എക്സ്പ്ലനേഷൻസ് എല്ലാം നമ്മളിവിടെ കവർ ചെയ്തിട്ടുണ്ട്. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. വെൽ, നമ്മളിനി മറ്റൊരു ചാലഞ്ച് വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. സോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് യെസ്, ഓൾ ദി ബെസ്റ്റ്.